ഇന്ന് രാവിലത്തെ പണി പുല്ലുവെട്ടായിരുന്നു. അപ്പൊ കറവ കഴിഞ്ഞപാട് നേരത്തെ പോയിട്ട് പുല്ലൊക്കെ അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി പുല്ലാട്ടപ്പം. ഇത് നമ്മൾ 3ാമത്തെ റൗണ്ടാണ് നമ്മൾ പുല്ല് വെട്ടുന്നത്. നമ്മൾ പുൽകൃഷി നട്ടത് മുതൽ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുൽകൃഷിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിപ്പോ നമ്മളിതാ 3ാമത്തെ റൗണ്ട് വെട്ടിയപ്പോ തന്നെ പുല്ലിന്റെ ഹൈറ്റ് നോക്ക്. സൂപ്പർ നേപ്പിയർ ആയതുകൊണ്ടാട്ടോ ഇത്ര ഹൈറ്റ്. ഒരു കെട്ടെടുക്കണമെങ്കിൽ നല്ല വെയിറ്റാ. നമുക്ക് എടുക്കാൻ പാത്രമുള്ള കെട്ടാക്കിയിട്ടെങ്കിൽ നമുക്ക് ഏറ്റി കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ രാവിലെ ഇതാണ്ട് കഴിഞ്ഞപ്പോ തന്നെ പകുതി പണി കഴിഞ്ഞിട്ടാ. നമ്മള് പശു വളർത്തലിൽ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം പുല്ല് സെറ്റാക്കി എടുക്കലാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഇതൊക്കെ അരിഞ്ഞു വെക്കുന്നതുകൊണ്ട് പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊടുക്കാനുള്ള പുല്ലുണ്ട്, നാളെ രാവിലെ ഇട്ട് കൊടുക്കാനുള്ള പുല്ലും കൂടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ രാവിലെ വീണ്ടും പുല്ലിന് പോകും. ഇന്നലെ നല്ല മഴയൊക്കെ കിട്ടി, നല്ല സെറ്റ് ചെയ്ത് പുല്ല് അരിയാനൊക്കെ. പുല്ല് അരിയാനല്ലേ, പുല്ല് ഏറ്റിക്കൊണ്ടുവരാൻ കുറച്ച് പണിയായി. കുറച്ച് വയലിലൊക്കെ ചെളി വന്നു പോയി നമ്മള് നല്ല മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പൊ ഈ പണിയൊക്കെ കഴിഞ്ഞ് ചെറിയൊക്കെ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ നമ്മളെ പണിയായി കുറച്ച് ചീര വിളവെടുക്കാനുണ്ട്. ചീര വിളവെടുപ്പും ഉണ്ട്. ചീര വിളവെടുക്കുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അവിടെ എന്തൊക്കെയാന്നൊക്കെ നോക്കി നമുക്ക് വേഗം ചീര വിളവെടുപ്പിലോട്ട് പോവാം. പശുക്കളൊക്കെ നല്ല കഴിക്കുന്നുണ്ട്, സെറ്റാക്കി. നമ്മളിപ്പോ കൊടുന്ന പുല്ല് തന്നെ കേട്ടോ. ഒരു റൗണ്ട് നമ്മൾ ഇട്ട് കൊടുത്തു. രാവിലത്തെ പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എരുമയും പോത്തൊക്കെ ഉഷാറായിട്ട് പുല്ല് കഴിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ പണി കേട്ടോ. നമുക്ക് പച്ചച്ചീര ഉണ്ടായിട്ടുള്ളത്. നമ്മൾ 2 ദിവസം മുന്നേ ചീരയുടെ കരുത്തൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്ത് അതിന് ശേഷം നോക്ക് നല്ല അടിപൊളിയായിട്ട് വീണ്ടും അന്ന് സ്ലെറിയൊക്കെ അടിച്ചു കൊടുത്തതിന്റെ പവർ ഇപ്പോഴാട്ടെ കാണുന്നത്. ഇഷ്ടം പോലെ ചീര ആയിട്ടുണ്ട്. അപ്പൊ ഈ ചീരയൊക്കെ നമുക്കിന്ന് മുറിച്ചെടുക്കണം. നല്ല വെയിൽ വരുന്നുണ്ട്. അപ്പൊ വെയിൽ അധികം ആകുമ്പോഴത്തേക്കും ചീരയൊക്കെ മുറിച്ചിട്ട് നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ അല്ലെങ്കിൽ വേഗം വാടിപ്പോവും. സമയം അതിനകത്തൊന്നും ആയിട്ടില്ല, രാവിലെ തന്നെയാണ്. പക്ഷെ വെയിൽ നേരത്തെ വന്നുകൊണ്ടാണ്. ഇവിടെ നമ്മളെ ഇതുപോലെ ഒരു കൂട്ടം ചേന, അവിടെ ഒരു കൂട്ടം ഇവിടെ ഇങ്ങനെ ചേന നട്ടിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിലാണ് ഇവിടെ ബീൻസ് കണ്ടോ. ബീൻസ് ഇങ്ങനെ ഏരി എടുത്തിട്ട് നീളത്തിൽ ഏരി എടുത്തിട്ട് ബീൻസ് ഇട്ട് തൊട്ടപ്പുറത്ത് വീണ്ടും ചേനയുടെ കൂട്ടം വരുന്നുണ്ട്. അപ്പൊ ചേനയൊക്കെ മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പം ഇടവേളയായിട്ട് നമ്മള് ബീൻസ് ആയാലും നമുക്ക് വേഗം ചേനയൊക്കെ മുളയൊക്കെ വരുമ്പോൾ തന്നെ ആവുന്നുള്ള രീതിക്കാണ് നമ്മൾ നട്ടുകൊടുത്തത്. അപ്പോഴത്തേക്കും ഇവിടെ കൊത്തിയത് കൊണ്ട് നമ്മള് മണ്ണൊക്കെ ഇളക്കിയത് കൊണ്ട് ഇഷ്ടംപോലെ ചീര അങ്ങോട്ട് പടുമുള മുളച്ച്. അപ്പൊ നമ്മളിപ്പോ ആദ്യ റൗണ്ട് ചീരയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ഇപ്പൊ 2ാമത് കണ്ടില്ലേ, വീണ്ടും ഇഷ്ടംപോലെ ഇതാ ചീര ആയി വന്നിട്ടുണ്ട്. ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ചീര മുറിച്ചാൽ നമുക്ക് ഇതുപോലെ ഇതാ ബീൻസ് ഇവിടെ ഒരു ഒഴിവിലായതുകൊണ്ട് അങ്ങനെ ഉണ്ടാവട്ടെ. ബീൻസ് ഇത്രയും പടർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വൈകിപ്പോയി, ഇതിന് പടരാനുള്ള സംഭവം ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. അപ്പം ഇന്നലത്തെ നമ്മുടെ പണി അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കവുങ്ങിന്റെ ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ കുത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈനായിട്ട് നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ച് അതിൽ കയറൊക്കെ കെട്ടി പണി തുടങ്ങിയിട്ടുള്ളൂ. ഇന്നലെ നമ്മൾ ഉച്ചവരെ ഈ പണികളൊക്കെ എടുത്ത് ഇനി നമുക്കിത് ഒന്ന് വൃത്തിയാക്കി ഇത് വള്ളീനെ ഇതുപോലെ കയറ്റി വിടാനൊക്കെ ഇനിയും പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ചീരയൊക്കെ ഒന്ന് ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കണം. ഇത് കണ്ടില്ല, ആദ്യ റൗണ്ട് മുറിച്ചിട്ട് 2ാമത് ചീരായോ നോക്ക് എങ്ങനെയുണ്ട്. എല്ലാ ചീരയും നമുക്ക് ഇന്നെന്തായാലും ഫസ്റ്റ് റൗണ്ടിലുള്ള പോലെയല്ല, കുറച്ച് കൂടുതൽ ചീര ഉണ്ട്. പിന്നെ ചീര മുറിക്കുമ്പോൾ സ്പീഡിലാണ്ട് മുറിച്ചു പോകാൻ വയ്യ. ഇതുപോലെ ബീൻസിന്റെ വള്ളി കണ്ടോ, ഇതാ ബീൻസ് കൊണ്ട് പടർന്നു പോയിട്ടുണ്ട്. അന്ന് നമ്മൾ കുറെ ചെറിയ ചീര മുളയ്ക്കുന്ന കാണിച്ചു, അതുകൊണ്ട് പൊന്തിയിട്ടൊക്കെ സ്ലെറി അടിച്ചപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് മുറിച്ചെടുക്കുന്ന കേട്ടോ. ഇതിലൊക്കെ ഇനിയും കുറെ പൊട്ടി ഉണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ചീര കാണാം. ഇത് നമ്മൾ ഉപ്പേരിയൊക്കെ വെക്കുന്ന ചീര തന്നെയാണ്. ഇതൊക്കെ നമ്മൾ കള പറിക്കുന്ന പോലെ പറിച്ചിട്ട് കുറച്ച് ഉപ്പേരിയും വെക്കും, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം. എന്നാലേ ഇവിടെ അങ്ങോട്ട് വൃത്തിയാവുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കണം. അത് പിന്നെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ചീരയുണ്ട്, ഇതിന്റെ ഇടയ്ക്ക് ബീൻസും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതാ കണ്ടോ വള്ളി പടർന്നത് ഇങ്ങനെ പടർന്നു വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പണിയെടുക്കാൻ വൈകി കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിട്ടുപോയത് വേറെ ഒന്നുമല്ല, ഈ ചീര പടുമുളായിട്ട് ഉണ്ടായതുകൊണ്ട് നമ്മൾ നട്ടതല്ലല്ലോ. എന്തായാലും അതൊരു വരുമാനമാണ്. നമ്മളിപ്പോൾ 2ാമത്തെ വട്ടം മുറിക്കൽ തുടങ്ങി ചീര. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും ചീര. വീണ്ടും നമ്മൾ നനച്ചു കൊടുത്താൽ ചീര വരും. പക്ഷെ വള്ളി പടർന്നാൽ പിന്നെ നമുക്ക് ഇതൊരു ബുദ്ധിമുട്ടാവില്ല. ഇതൊക്കെ ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലൊക്കെ ഉണ്ടായ ചീരയൊക്കെ നമുക്ക് ഇനിയും കുറേ ദിവസം നിർത്താനുണ്ടാവും. ഇതുണ്ട്, അതൊക്കെ കരുത്തുവൊക്കെ ആദ്യമായിട്ട് മുറിച്ചെടുക്കുന്ന. ഇനി പെട്ടെന്ന് തന്നെ പൊട്ടിയുണ്ടാവും. അതൊക്കെ ആദ്യത്തെ കട്ടിങ്. ഇതുണ്ടോ, ചീരയ്ക്ക് തൂമ്പ് വന്നതല്ല കേട്ടോ, ഇത് ബീൻസ് ഉള്ളിലൂടെ കയറിയിട്ട് അതിന്റെ വള്ളി ഇങ്ങനെ വന്നാണ്. സോളാർ ബീൻസിന് നമ്മുടെ പയറിന്റെ ഒന്നും പോലെ അത്ര അങ്ങോട്ട് ഇല ഉണ്ടാവില്ല, വള്ളി പടർന്നാലും. പിന്നെ നമ്മൾ പടർത്താൻ ഉപയോഗിക്കുന്ന ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും വേറെ വീഡിയോ കറക്റ്റ് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പണി ആയതുകൊണ്ടാണ്. പിന്നെ തീർന്നിട്ട് നിങ്ങളെ മൊത്തത്തിൽ നമ്മളെ ചെയ്ത രീതിയും എങ്ങനെയാന്നൊക്കെ സംഭവം ഒക്കെ കാണിച്ചു തരും.
അപ്പം നമ്മൾ ചീരയൊക്കെ മുറിച്ച് കഴിഞ്ഞു. ഇത് വേഗം തണുപ്പുള്ള സ്ഥലത്ത് വെക്കട്ടെ. അപ്പം നല്ല ഫ്രഷിലാണ്, വെയിൽ തട്ടിയ വേഗം വാടും. ഇതാ ആദ്യത്തേലും കൂടുതൽ നമുക്ക് 2 റൗണ്ട് കിട്ടിയിട്ടോ. നല്ല അടിപൊളി ചീര. ഇനി നമുക്കേ ഇതവിടെ അടുത്ത പണി എന്ന് പറഞ്ഞാല് ഇതിന്റെ കള വരുന്നുണ്ട്, കളയുണ്ട്. പിന്നെ നമ്മൾ ഉപ്പേരിക്ക് വെക്കാൻ പോകുന്നൊരു ചീരയുണ്ട്, അതൊക്കെ പറിച്ചെടുക്കണം. അപ്പൊ നാസർക്ക് ഇവിടെ കയറൊക്കെ കെട്ടി നമ്മൾ പടർത്താനുള്ള പണികൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെയൊക്കെ കണ്ടോ ചെമ്പുപോലെ ആ ചീരയാണ്, അത് നമ്മൾ ഇതുപോലെ കൊണ്ട് പറിച്ചെടുക്കാം കേട്ടോ. മണിത്തക്കാളി ഒക്കെ ഉണ്ട്, കിട്ടുന്നൊക്കെ ഉണ്ട്. എടുത്തിട്ട് നമുക്ക് ഉപ്പേരിക്കുള്ളത് എടുക്കും ചെയ്യാം, ബാക്കി കോഴികൾക്ക് കൊടുക്കാം. ഇവിടെ നോക്കി കുറച്ച് മധുരക്കിഴങ്ങിന്റെ വള്ളി നട്ടിട്ട് അത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് തെറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ച് ഒഴിവാക്കണം. ഒക്കെ ഇതിലോട്ട് ചോലായിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ ബീൻസിന്റെ വള്ളി, ഇതൊക്കെ ഇനി കയറ്റി കൊടുക്കണം, ഒക്കെ സെറ്റ് ആക്കാനുണ്ട്. ഇവിടെയൊക്കെ നല്ല നമ്മൾ പറഞ്ഞ ചീര. ഇവിടെ കണ്ടോ ചേനയ്ക്ക് മുള വരുന്നുണ്ട്. ഇവിടെ ഒരു ചേനക്കൂട്ടുണ്ട്, ഇവിടെ ഒരു ചേനയുണ്ട്. മൊത്തത്തിൽ എല്ലാ ഭാഗത്തുള്ളതൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ബീൻസിന്റെ അടുത്തുള്ള മാത്രമല്ല, ചേനയിലുള്ളതൊക്കെ പറിച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് ബീൻസിന്റെ ചോട് കണ്ടില്ലേ, ഇതുപോലെയുള്ള ചോട്ടിൽ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. മണ്ണ് കുറവാണ്, അപ്പോൾ ചെറുതായിട്ടൊന്ന് റൗണ്ടിൽ മണ്ണ് കയറ്റി കൊടുക്കാണ്ട് അത് വള്ളി നമ്മൾ പടർത്തി വെച്ചതിന് ശേഷം ഇതിലോട്ട് ഇങ്ങനെ കയറ്റിയതിന് ശേഷം ചെയ്യുള്ളൂ. അപ്പോൾ ആ പണിയൊക്കെ എടുക്കണമെങ്കിൽ ആദ്യം നീക്കേണ്ട കളയാണ്. എന്നാലേ വീഡിയോ ഇവിടെ നിർത്തുകയാണ്, കുറേ നമുക്ക് പറിച്ച് ഒഴിവാക്കാനുണ്ട്. കള മുഴുവൻ പറിച്ച്, കളയും ചീരയൊക്കെ പറിച്ച് ഒഴിവാക്കുന്നത്. ചീര എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചീര കേട്ടോ, നമ്മൾ കാട്ടുചീര എന്ന് പറയുന്നത് ഈ ചീര കേട്ടോ, നല്ല ചീരയല്ല. അതൊക്കെ വൃത്തിയാക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിലെടുക്കുന്ന പണികളും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ കാണിക്കട്ടെ. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തും.